ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ ലിഫ്റ്റ് പ്രവർത്തനം മുടങ്ങിയതിനെ തുടർന്ന് രോഗികൾ പ്രതിസന്ധിയിൽ. രോഗിയെ കസേരയിലിരുത്തി ബന്ധുക്കൾ ചുമന്നു കയറ്റുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. 5-ാം നിലയിലെ ഡയാലിസിസ് യൂണിറ്റിലേക്കാണ് രോഗികളെ ചുമന്നെത്തിക്കുന്നത്. ലിഫ്റ്റ് കാലപ്പഴക്കം ചെന്നതാണ് എന്ന് ആശുപത്രി സൂപ്രണ്ട്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ലിഫ്റ്റ് തകരാറിലായത്. രോഗികളെ ചുമന്നുകൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാകാറുള്ളതാണ്. തകരാർ പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അജി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. അതിൻ്റെ സെൻസർ പോയി കിടക്കുകയാണ്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് പ്രശ്നം ഉണ്ടായത്. അന്നേരം തന്നെ വിളിച്ച് പറഞ്ഞാണ് ചിത്രരഞ്ജൻ എന്ന് പറഞ്ഞ കമായിൽ എറണാകുളം അവരാണ് AMC കൊടുത്തേക്കുന്നത്. അപ്പോൾ അവരാണോ ഒന്ന് ശരിയാക്കേണ്ടത്. അപ്പോൾ ഇന്ന് രാവിലെ എത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ പഴയൊരു ലിഫ്റ്റാണ്. ഇടയ്ക്ക് ജില്ലാ പഞ്ചായത്ത് അങ്ങാണ്ട് ഇന്ന് റിനോവേറ്റ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് സ്ഥിരം അതിൻ്റെ കംപ്ലയിൻറ്റ് സ്ഥിരം ഉണ്ടാകുന്നുണ്ട്. മൊത്തം കംപ്ലീറ്റ് 10 ലക്ഷം രൂപ കണ്ട് മുടക്കി ഒരു പ്രാവശ്യം ചെയ്തതാണ്. പക്ഷേ എന്നാലും അതിൻ്റെ ഇപ്പോൾ കംപ്ലീറ്റ് കാര്യങ്ങൾ ശരിയല്ല. കാരണം പഴയ ലിഫ്റ്റല്ലേ. അപ്പോൾ അതിൻ്റെതായ കംപ്ലയിൻറ്റ് അതിനുണ്ട്. ശരിക്കും അതിനെ മാറ്റി വയ്ക്കുക എന്നുള്ളതാണ് ശരിക്കും. ആൽവിൻ തോമസ് ചേരുന്നു ഇടുക്കിയിൽ നിന്ന്. ആൽവിൻ, ഈ പഴയ ലിഫ്റ്റുകൾ തന്നെ ജീവന് അപകടകരമായിട്ടുള്ള കാര്യമാണ്. അത് ഇടയ്ക്കിടയ്ക്ക് ലിഫ്റ്റ് ഇങ്ങനെ അപകടത്തിലാകുന്നു അല്ലെങ്കിൽ തകരാറിലാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അവിടെ നിന്ന് ആശുപത്രി അധികൃതർ നൽകുന്ന കാര്യം. അപ്പോൾ ഇതൊക്കെ മാറ്റി സ്ഥാപിക്കേണ്ട ഒരു കാലമായി എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ലക്ഷ്മി, അങ്ങനെ തന്നെയാണ്. ഇത് ഇടുക്കി ജില്ലാ ആശുപത്രിയാണ്. തൊടുപുഴയിലുള്ള ജില്ലാ ആശുപത്രിയിലാണ് ഈ ദുരവസ്ഥ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇതിൽ പഴയ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഡയാലിസിസ് യൂണിറ്റ് അടക്കം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലേക്ക് രോഗികളെ കൊണ്ടുപോകണമെങ്കിൽ ഇപ്പോൾ ചുമന്നുകൊണ്ട് കസേരയിലിരുത്തി ചുമന്നുകൊണ്ട് വേണം ഈ നിലകൾ 3-4 നിലകൾ കയറി ചെല്ലാനുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അത്തരം ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിട്ടുള്ളത്. ബന്ധുക്കളായിട്ടുള്ള ആളുകളൊക്കെയും ഇവിടെ ഉണ്ട്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ ലിഫ്റ്റ് തകരാറിലാകുന്നത്. ഇന്നിപ്പോൾ 3-ാം ദിവസമാവുകയാണ്. ഇപ്പോഴും ഇതിലൊരു മാറ്റം ഉണ്ടായിട്ടില്ല. എന്താ ചേച്ചിയുടെ ബന്ധുക്കളെ കൊണ്ടുവന്നിട്ടുണ്ടോ ഇവിടെ? ചേട്ടനെ കൊണ്ട് വന്നാ. എങ്ങനെയാ കയറ്റിയത്? അത് താഴത്തെ നിലയിൽ നിന്ന് 4-ാം നിലയിൽ അവിടെ ഇരിക്കുക ചേട്ടൻ കസേര ശ്വാസംമുട്ടലായിട്ട് ലിഫ്റ്റ് തകരാറായിട്ട് എങ്ങനെ തകരാറായിട്ട് ചേട്ടൻ പയ്യെ പിടിച്ച് കയറി ഇങ്ങനെ പോകുന്നു. പിന്നെ നേരം വരെ കസേരയിലെടുത്ത് മുകളിൽ കയറ്റി കൊണ്ടുവരും. ഡയാലിസിസ് യൂണിറ്റിൽ പ്രവർത്തിക്കുന്ന സ്ഥലത്തെ ആളുകളൊക്കെയാണ് പറയുന്നത്. ചേച്ചി ആരാ ഉള്ളത്? അമ്മ. എങ്ങനെയൊക്കെ കയറ്റി കൊണ്ടുപോയത്? കസേരയിൽ എടുത്തോണ്ടാണ് കയറിയത്. ആരാ നിങ്ങളെല്ലാം? ഞങ്ങളെല്ലാവരും കൂടി എടുത്തോണ്ട് കയറി. ഇത് ഇന്നാണോ വന്നത്? അതെ, ഇന്നാണോ ഡേറ്റ് ഇത് വന്നായിരുന്നത്? അതെ. എൻ്റെ വൈഫാ കസേരയില ഞങ്ങൾ ചേരയില കൊണ്ട്. ഇത് ആളുകളൊക്കെ മറ്റ് രോഗികളായിട്ടുള്ള ആളുകൾ കൂട്ടിയിരിപ്പോൾ ആളുകളൊക്കെ കണ്ടില്ലായിരുന്നു? പിന്നെ എല്ലാവരും കണ്ട. അതാണ് ദുരവസ്ഥയാണ്. ഇവിടെ ആളുകൾ ബന്ധുക്കൾ അവരിങ്ങനെ നിൽക്കുന്നു. കാര്യം ലിഫ്റ്റ് പ്രവർത്തിക്കാത്തൊരു സാഹചര്യം. സ്വാഭാവികമായിട്ടും ഡയാലിസിസ് നടത്തുന്ന രോഗികൾ ചിലർക്ക് ഒരു പക്ഷേ വളരെ പതിയൊക്കെ പിടിച്ചു കയറാമെങ്കിൽ മറ്റൊരു പലർക്കും കസേരയിൽ എടുത്തുകൊണ്ട് ഉയർന്ന മുകളിലേക്ക് നിലയിലേക്ക് പോകേണ്ട അവസ്ഥ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. നിരവധി രോഗികൾ, നമുക്കറിയാവുന്നതുപോലെ തൊടുപുഴ ജില്ലാ ആശുപത്രി എന്ന് പറയുമ്പോൾ നിരവധി രോഗികൾ വരുന്ന സ്ഥലമാണിത്. ഇത് പഴയ കെട്ടിടമാണിത്. ഈ പഴയ ലിഫ്റ്റാണ് എന്നുള്ളത് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അജി സമ്മതിക്കുന്നുണ്ട്. പലപ്പോഴും ഇതിനു മുമ്പ് ഈ തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഡോക്ടറുടെ ഭാഗത്തു നിന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. അതിൽ വേണ്ട മെയിൻ്റനൻസ് നടത്തണമെന്നുള്ളത് ലിഫ്റ്റിൻ്റെ ഓപ്പറേറ്റിംഗ് നടത്തിയ അല്ലെങ്കിൽ ലിഫ്റ്റ് ഇൻസ്റ്റലേഷൻ നടത്തിയ ആളുകളോട് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ 2 ദിവസമേ അവർ എത്തിയിട്ടില്ല. ഇന്ന് ഇപ്പോൾ ഈ രോഗികളൊക്കെയും ഈ മുകളിലത്തെ നിലയിലേക്ക് കയറുന്നത് ഈ പടി കയറിയാണ്. ചിലരെ എടുത്തുകൊണ്ടെങ്കിൽ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇന്ന് തന്നെ ഈ ലിഫ്റ്റ് അത് തകരാറ് പരിഹരിച്ചില്ല എങ്കിൽ വലിയ ദുരിതത്തിലാകും രോഗികൾ എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആശുപത്രി അധികൃതരും വലിയ ദുരിതത്തിലാണെന്നാണ് അവർ പറയുന്നത്. കാര്യം ഇത് നന്നാക്കേണ്ടത് ജില്ലാ പഞ്ചായത്തിൻ്റെ കൂടി കടമയാണ്. പ്രത്യേകിച്ച് ജില്ലാ പഞ്ചായത്തിൻ്റെ മേൽനോട്ടത്തിൽ കൂടിയാണ് ഈ സംഭവങ്ങൾ ഉള്ളത്, അല്ലെങ്കിൽ ആശുപത്രിയുടെ പ്രവർത്തനം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലിഫ്റ്റ് തകരാറിലായ ലിഫ്റ്റ്, പഴയ ലിഫ്റ്റ് എന്നുള്ളത് അപകടകരവുമാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അതും ഡോക്ടർ സൂപ്രണ്ട് പറയുകയുണ്ടായി. ഏതായാലും ലിഫ്റ്റിൽ പ്രവർത്തിപ്പിക്കാനുള്ള അടിയന്തര നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് രോഗികളും ബന്ധുക്കളും കൂട്ടിരിപ്പുകാരും ഒക്കെ പറയുന്നത്. നിരവധി ആളുകളാണ് ഓരോ ദിവസവും ഇവിടെ ഡയാലിസിസിനായി ജില്ലാ ആശുപത്രിയിലേക്ക് എത്തുന്നതാണ് ശ്രദ്ധേയം എന്നുള്ളതാണ് ലക്ഷ്മി ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. ആൽവിൻ തോമസ് ആണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.